ഏട്ടാ പപ്പ ഏട്ടാ പപ്പ എക്സ്ക്യൂസ് മീ. എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എന്റെ അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയതിന് കാരണക്കാരനായ നിങ്ങളോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. It's all right. You are doing your duty. വെറുപ്പായിരുന്നു എനിക്ക്. മുന്നിൽ വരുന്ന ക്രിമിനൽസ് എല്ലാവരെയും എന്റെ ശത്രുക്കളെ ഞാൻ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ഞാൻ എന്റെ അച്ഛന്റെ കൊലയാളികളെയാണ് കണ്ടത്. സോറി. അനിയത്തിയും മിസ്റ്റർ നന്ദനെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. തമ്പി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. യൂസഫിനെ ഞങ്ങൾ പൊക്കിക്കോളാം. Wish you good luck. പക്ഷെ കിട്ടാൻ വഴിയില്ല. അവൻ എന്റെ കയ്യിലേ വന്ന് വീഴൂ. See you, madam. സ്വാമി, ഇവരുമായിട്ട് വീട്ടിലേക്ക് പോകും. നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട്. ഞാൻ പുറകെ വരാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോളെ. ചെല്ലേ. ആരാ? ആലിയാപ്പു പറഞ്ഞേപ്പിച്ചതാ സാറിനെ വീട്ടിൽ വിടാൻ. ഹലോ. നീ? അതെ, നമുക്ക് സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഞാനും. എന്റെ പെങ്ങളും അളിയനും പുറത്തിറങ്ങിയല്ലേ? അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോകാം. നോക്ക്, നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഉണ്ടോന്ന് നോക്ക്. ഉണ്ടല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഭമ്മെന്ന് കത്തി ഒരു തീഗോളമായി മാറുന്ന കാണണോ? യൂസഫ്, നോക്ക്. ഈ വിരൽ ഈ ബട്ടണിൽ അമരുമ്പോൾ അത് സംഭവിക്കും. യൂസഫ്, എന്തിനാണിത് യൂസഫ്? നിന്റെ അനിയത്തിയുടെ വിവാഹം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടത്തി. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് നീ തിരിച്ചു നടത്തിയ പ്രതികാരം വളരെ കൂടുതലായിരുന്നു. മതി യൂസഫ്, മതിയാക്ക്. ഇല്ലടാ പന്നി, മതിയാക്കില്ല. നീ ഒരു നിക്കാഹ് നടത്തി, അതുവഴി എനിക്ക് നഷ്ടപ്പെട്ട എന്താ നിനക്കറിയോ? മതിയാക്കില്ല ഞാൻ. ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല. പക്ഷേ എനിക്ക് എന്റെ നഷ്ടം നികത്തണം. അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം. അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ്. പണം, എന്റെ സമ്പാദ്യം മുഴുവനും. യൂസഫ്, പടച്ചവനെ വിചാരിച്ച് നീ അത് ചെയ്യരുത്. പകരം നീ എന്തും തരുമോ? തരും. എങ്കിൽ താടാ. പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ താ എനിക്ക്. അതെനിക്ക് വേണം. അതെനിക്ക് താ. എടുത്തോ. Goodbye, my old friend. പപ്പ, പപ്പ, ഏട്ടന്റെ കുട്ടി കരച്ചിൽ നിർത്തി പോയി കിടന്നുറങ്ങ്. ഒരു ചെറിയ ആക്സിഡന്റ്. ഓടുന്ന വാനിൽ നിന്ന് തെറിച്ചു വീണിട്ട് ഇത്രയല്ലേ പറ്റിയുള്ളെന്ന് ആശ്വസിക്ക്. 2-3 ആഴ്ച കോയമ്പത്തൂര് പോയി കിടന്നാ അതങ്ങോട്ട് ശരിയാവും. എന്റെ മോളെ പോയി കിടന്നുറങ്ങ്. നന്ദാ, പപ്പയെ കൊണ്ടുപോയി കിടത്ത്. ചെല്ലേ. രാവിലെ പപ്പ എന്നെ അന്വേഷിക്കും. കോയമ്പത്തൂര് പോയി കൈയുടെ ഒടിവ് നേരെയാക്കാൻ. അത് പറയാൻ സ്വാമി ഇവിടെ ഉണ്ടാവണം. ആലിയാപ്പൂരും സേതുവിനും ഇവിടെ വേറെ ചില ജോലികളുണ്ട്. ഞാൻ തനിച്ചൊരു യാത്ര പോകുന്നു. ബോംബെയിൽ നിന്നും വന്ന മെസ്സേജ്. അവൻ യൂസഫ് ഷാ പറന്നു കഴിഞ്ഞു. കടലും കടന്ന് ദുബായിലേക്ക്. എനിക്ക് അവനെ അവിടെ വെച്ച് കാണണം.
सुअर का बच्चा मैं आता हूँ. Hello. Who's this? ഉസ്താദ്, ഉസ്താദ്, നീ എവിടുന്നാ? നിന്റെ തൊട്ടു പിന്നിൽ എന്റെ കയ്യെത്തും ദൂരത്ത് നീയുണ്ട്. നീ കാണില്ല, മയ്യത്തിന്റെ തലയ്ക്കരികിൽ കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരികളുടെ മണം വരുന്നുണ്ടോ യൂസർ? ഇപ്പൊ എനിക്ക് മരണത്തിന്റെ രൂപമാണ്, മരണത്തിന്റെ രൂപവും നിറവും മണവും. എടാ തുലിയാർ മണിയൻ യൂസഫ് ഷാ, നീ എന്ത് കരുതി? അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരു താവളമാണ് മിഡിൽ ഈസ്റ്റ് എന്ന്. ഇന്ത്യ എന്ന വാതിലുകൾ മുഴുവൻ മലർക്കെ തുറന്നിട്ട ഒരു മഹാരാജ്യത്തിനകത്ത് എന്ത് തന്തയില്ലായ്മയും കാണിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പറന്നാൽ ഇവിടെ ഷേഖുമാരുടെ നീളം കുപ്പായത്തിനടിയിൽ സുഖം സുരക്ഷിതമെന്നോ? ഇല്ല യൂസഫ്, 5 നേരവും നമസ്കരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ എനിക്കിവിടെയുണ്ട്. ഞാൻ നിന്നെ കൊല്ലുന്ന നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ. പൊറുക്കാവുന്നതെല്ലാം ഞാൻ പൊറുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായി നീ കളി നിർത്താതെ കളിക്കുകയായിരുന്നില്ലേ? ഇനി എന്റെ ഊഴമാണ്. ഗെറ്റ് റെഡി ഫോർ ദ എൻഡ് ഗെയിം, യു സൺ ഓഫ് എ ബിച്ച്. ഇതിനകത്ത് ചത്ത് വേണ്ടെങ്കിൽ സ്റ്റാർട്ട്. Come on, you dirty pig.
ശത്രുവിന് മാപ്പ് നൽകാൻ തയ്യാറായ വിഡ്ഢിത്തം ഞാനൊരിക്കൽ കാണിച്ചു. അപ്പൊ നീ എന്റെ വലത്ത് കൈയിലെ എല്ലിന്റെ ബലം പരിശോധിച്ചു. ഇനിയുമില്ല. ഇനിയും എന്റെ ജീവിതം ലക്ഷ്യമാക്കി നീ വരാതിരിക്കാൻ, ഇനിയും എന്റെ നേരെ നീ ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കാൻ യൂസഫ്. എണ്ണക്കിണറുകളെ ഗർഭം ധരിച്ചു കിടക്കുന്ന ഈ മണൽക്കാട്ടിൽ നിന്ന് പരമകാരുണികനായ അള്ളാഹു നിനക്ക് ആയുസ് നീട്ടിത്തന്നാൽ മാത്രം നീ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു വാ. എന്താ ചൂട് കോയമ്പത്തൂര്, ശിവനേ ശിവനെ. ഉസ്താദ്, അങ്ങനെ ഒരു പേരുണ്ട് എന്റെ ഏട്ടന്. കേൾക്കുന്നവർക്കൊക്കെ പേടി തോന്നുന്ന, മീശയൊക്കെ പിരിച്ച് കണ്ണൊക്കെ ചോപ്പിച്ച്. പറയൂ ഏട്ടാ. എന്താ കഥ? ഉസ്താദ് എന്ന് വെച്ചാൽ ദാ മുകളിലിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനല്ലേ ഉസ്താദ്? താഴെ ഇരിക്കുന്ന ഈ പരമേശ്വരൻ പാവമല്ലേ? നിനക്ക് എന്നെ അറിയില്ലേ മോളെ? എനിക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ? അത് ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. എനിക്കറിയാം എന്റെ ഏട്ടനെ. ചുമ്മാ